അസ്സലാമലൈക്കും ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ വെക്കേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സൈറൺ മുഴങ്ങി തുടങ്ങിയോ? ഇവിടെ തുടങ്ങി, ഉമ്മാ ബോറടിക്കുന്നു എന്നുള്ള ആ ഒരു സൈറൺ. അപ്പോൾ അവർക്ക് ബോറടിക്കുമ്പോൾ നമുക്കിവിടെ വീട്ടിൽ പണിയുണ്ടാവും, വേറെ പണിയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശല്യം നമ്മളങ്ങോട്ട് ഒഴിവാക്കും. മൊബൈലോ അല്ലെങ്കിൽ TV ഒക്കെ കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കും അല്ലേ? അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? അവരെന്തൊക്കെയാണ് മൊബൈലിൽ കാണുന്നത്, നമ്മളെന്തൊക്കെയാണ് കാണുന്നത്, അത് തന്നെ അവരും കാണുന്നത്. നമ്മളൊരു ആഡ് ഐറ്റം ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ആഡ് ഐറ്റം എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? നല്ല കാര്യങ്ങളാണ് കാണുന്നത്, മോശം കാര്യങ്ങളും അതിൽ വരുമല്ലേ? നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അല്ല മോശം കാര്യങ്ങളും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് മക്കളും കാണുന്നത്. അപ്പോൾ അവരുടെ സ്ക്രീൻ ടൈം കുറക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന പരിപാടി അവരിൽ ഒരു റീഡിങ് ഹാബിറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഇതും കേട്ട് എന്നിട്ട് കുറേ ബുക്ക് വാങ്ങിച്ച് നാ പിടിച്ചോ വായിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വായിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പതിയെ ആ ഒരു റീഡിങ് ഹാബിറ്റ് അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ ഞാനിവിടെ അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെറുതല്ലേ, അപ്പോൾ സ്കൂളിൽ ഇപ്പം അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പിക്ചർ ഉള്ള ഇങ്ങനെയുള്ള ബുക്സൊക്കെ കൊടുക്കാം. അപ്പോൾ പിക്ചറൊക്കെ നോക്കി അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ പറഞ്ഞോളൂ. പിന്നെ ബുക്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊബൈലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് TV ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്താലും എല്ലാം കിട്ടും. പക്ഷേ ബുക്ക് ആകുമ്പോഴത്തേക്കും ആ സ്ക്രീൻ ടൈം കുറക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ബുക്ക് വെക്കുന്ന കൊടുത്തില്ല, അവൻ്റെ കുട്ടി ബുക്സ് അവന് വെക്കും. അപ്പോൾ അത് കുട്ടി ബുക്സ് വെക്കുന്ന ഒരു ഹാബിറ്റ് അതിനൂലേക്കും കൂടി വളർന്നു പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള പിക്ചോറിയൽ ബുക്സാണ് ഇപ്പം അതിനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞു ബുക്സ്, ഇതിപ്പോൾ നിങ്ങൾക്ക് മിറർ ഇമേജസ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഞാൻ വേറെ വീഡിയോ ഇപ്പം ഞാൻ സെൽഫി മോഡൽ വെച്ചോണ്ടാണ്. അപ്പോൾ അതല്ലാണ്ടും നമുക്കിങ്ങനെ ചെയ്യാം. ഇതുപോലുള്ള കുഞ്ഞു സ്റ്റോറി ബുക്സ് വേഗം വായിച്ച് തീർന്ന സ്റ്റോറി ബുക്സൊക്കെ ആദ്യം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അത് വേഗം വായിച്ച് തീരും. അപ്പോൾ അവർക്ക് ബോറടിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റ് വളർത്തുക. പിന്നെ ബുക്സ് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. യൂസ്ഡ് ബുക്സും അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തുള്ള ബുക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് യൂസ്ഡ് ബുക്സ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവരും പറഞ്ഞുതരും. ഇന്നലെ ഞാൻ ഒബ്രോൺ മോളിൽ നിന്ന് വാങ്ങിയത്, പക്ഷേ അത് അത്യാവശ്യം 1500 ഒരുപാട് ബുക്സ് കിട്ടിയെങ്കിലും അതൊരു വലിയ എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ നിന്ന് നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടെടുക്കാം. ഒരു ബുക്സ് വായിക്കാനായിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് കാശ് ഇട്ടിട്ട് അത് വാങ്ങിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ബുക്സ് എല്ലാം. അപ്പോൾ ഇവിടെ ഞാൻ അയിനോക്ക് പിന്നെ ഇതുപോലുള്ള കണ്ടോ, നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒരു 3D ഇമേജസായിട്ട് മുമ്പോട്ട് വരുന്ന ഇതുപോലുള്ള ബുക്സൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുക. സ്റ്റോറി വായിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതുപോലുള്ള ഈ ഇമേജസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് സൂം ചെയ്ത് വരും. ഇതുണ്ടല്ലേ പോപ്പോട്ട് ചെയ്തിട്ട് പോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അത് നല്ല രസമാണ് വായിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിങ്ങനെ കാണിച്ചു കൊടുക്കാനൊക്കെ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ബുക്സ് ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ബുക്സൊക്കെ കാണിച്ചും വായിച്ചും കൊടുക്കുക. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ഇമാജിനേഷനിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരട്ടെ. അവരുടെ ഇമാജിനേഷൻ സ്കില്ലും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ബുക്സിൻ്റെ ഒരുപാട് ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. ഇപ്പം അവർക്ക് റീഡ് ചെയ്യാനല്ല ഇൻട്രസ്റ്റ് എങ്കിൽ അടുത്തത് ബുക്കിൻ്റെ കാറ്റഗറി എന്ന് വെച്ചാൽ ആക്ടിവിറ്റി ബുക്സാണ്. അപ്പോൾ ആക്ടിവിറ്റി ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ ടു എവരിവൺ.